ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 2024 വിട പറഞ്ഞ് 2025 സന്തോഷത്തോടും പ്രാർത്ഥനയോടും ദൈവിക ആരാധനയോടും സ്വീകരിക്കുന്ന അസുലഭ നിമിഷങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. 2025 ദൈവം ചുരിഞ്ഞു തന്ന എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം പുതിയ പ്രതീക്ഷകളും ദൈവിക അനുഗ്രഹങ്ങളുടെ ഒരു നിറഞ്ഞ വർഷമായി തീരണമേ 2025 എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2025 വർഷം ഒരു ജൂബിലി വർഷമാണ്. ജൂബിലി വർഷത്തിൻ്റേതായ പ്രത്യേകത 2025 തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ജൂബിലി വർഷം എന്ന നിലയിൽ അടുത്ത വർഷം അനുരഞ്ജനത്തിൻ്റെ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. 2025 ഷുഡ് ബി ആൻ ഇയർ ഓഫ് റിക്കൺസിലിയേഷൻ. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി വാഗ്ദത്ത ദേശത്ത് വരുന്ന ഇസ്രായേൽ മക്കൾ 49 വർഷം അധ്വാനം ചെയ്ത് കൃഷിയിടങ്ങളിൽ നിന്ന് അവരുടെ അധ്വാനങ്ങൾ സ്വീകരിച്ച് സുഖമായി ജീവിക്കുമ്പോൾ 50-ാം വർഷം എന്നത് എല്ലാ സൃഷ്ടിജാലങ്ങളോടും മനുഷ്യർ പരസ്പരവും ദൈവത്തോടും കൂടെയും അനുരഞ്ജനത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്ന ഒരു വർഷമാണ്. യോവേൽ എന്ന എബ്രായ ഭാഷയിലെ വാക്കിൽ നിന്നാണ് ജൂബിലി എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ആടിൻ്റെ കൊമ്പ്. ആട്ടിൻ കൊമ്പ് ഉപയോഗിച്ച് 50-ാം വർഷം വലിയ വിളംബരം നിർവഹിക്കുന്നതായി നാം ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ വലിയൊരു വിളംബരത്തിൻ്റെ വർഷമാണ്. ആ വിളംബരത്തിൻ്റെ സന്ദേശ സംഗ്രഹം മറ്റൊന്നുമല്ല, അനുരഞ്ജനമാണ്. വളരെ പിരിമുറുക്കങ്ങളുള്ളതായ ജീവിത സാഹചര്യമാണ് വ്യക്തിതലത്തിലും സാമൂഹ്യ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നാം ഇന്ന് അനുഭവിക്കുന്നത്. അവിടെ സമാശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സന്ദേശവാഹകരാകുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തു നമ്മുടെ സമാധാനമായി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞു വരുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ വ്യക്തിജീവിതം അനുരഞ്ജനത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുമ്പോൾ നാം അനുരഞ്ജനത്തിൻ്റെ വക്താക്കളായി മാറുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സാന്നിധ്യവും നമ്മുടെ വാക്കും പ്രവൃത്തിയും മൂലം അനേകർക്ക് സംഘർഷങ്ങൾ ഒഴിഞ്ഞു വരുന്ന ദിവ്യ സാന്നിധ്യമായി നാം മാറും. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ഒരു കാരണമാവുവാൻ 2025 സാധിക്കേണ്ടതിന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജൂബിലി വർഷം എന്ന നിലയിൽ ഇതൊരു വീണ്ടെടുപ്പിൻ്റെ വർഷമാണ്. ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ജൂബിലി വർഷത്തിൽ അവരുടെ ഭവനങ്ങളിൽ അടിമകളായി സേവനം ചെയ്യുന്നവർക്ക് വിമോചനം നൽകുക എന്ന വലിയ സന്ദേശവുമുണ്ട്. കടങ്ങൾ വീട്ടിക്കൊടുക്കുക, ഇടങ്ങൾ കൃഷി ചെയ്യാതെ തരിശായി ഇടുക, അങ്ങനെ ആശ്വാസം ലഭിക്കുന്ന അധ്വാനരഹിതം എങ്കിലും ക്രിയാത്മകമായി ഉപജീവനം നിർവഹിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യമാണ്. ഒരു പുനർവിചിന്തനം, ഒരു പരിചിന്തനത്തിനുള്ള സന്ദർഭമായിട്ട് അതിനെ കാണുന്നു എന്നതാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്ന് നമുക്കൊരു വിമോചനം ലഭിക്കേണ്ടത് ആവശ്യമാണ്. ആ വിമോചനം ലഭിക്കണമെങ്കിൽ വ്യക്തിതലത്തിൽ നിന്ന് തന്നെ നാം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. നാം ഒരു ദിവസം പ്രാർത്ഥനയോടും ദൈവസ്തുതിയോടും ദൈവത്തോടുള്ള അഭയയാതനയിലും നമ്മുടെ ദിവസം ആരംഭിക്കുമ്പോൾ നിശ്ചയമായും പാപത്തിൻ്റെയും മറ്റ് ദുഷ്ടശക്തിയുടെയും ഈ ലോകത്തിൻ്റേതായ തിന്മാശക്തികളിൽ നിന്നും നമുക്കൊരു വിമോചനം ലഭിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വിമോചിതർ എന്ന നിലയിൽ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനവും വളരെ പിരിമുറുക്കങ്ങളുള്ളതായ ഈ സമൂഹത്തിൽ ഓരോരുത്തർക്കും ആശ്വാസം നൽകും. അടിമത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ സദ്വാർത്ത ഘോഷിക്കുന്നവരായി നമ്മൾ മാറും. 2025 എല്ലാ വർഷത്തെയും പോലെ തന്നെ പ്രാർത്ഥനയോടും ദിവ്യമായ ആരാധനയോടും ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നാമകരണം നിർവഹിക്കപ്പെടുന്ന ഒരു പുണ്യദിനമാണ്. യേശു ശിശുവായി ജനിച്ചു. ആ ശിശുവിന് രക്ഷകനെന്ന അർത്ഥമുള്ള യേശു എന്ന് പേരിടുന്ന ദിവ്യമായ ദിവസമാണ്.
അതുകൊണ്ട് തന്നെ ദിവ്യമായ സംസർഗത്തിലൂടെ കർത്താവിൻ്റെ തിരിച്ചരി രക്തങ്ങളുള്ള പങ്കാളിത്തത്തോടുകൂടി നമുക്ക് ആ ദിവസം ആരംഭിക്കാം. ക്രിസ്തീയ സഭയ്ക്ക് തനതായ വേദശാസ്ത്ര നിലപാടുകൾ, തനതായ തനിമയും അസ്തിത്വവും വ്യാഖ്യാനങ്ങളിലൂടെ നൽകിയ പുണ്യപുരുഷന്മാരായ കപ്പദോക്യൻ പിതാക്കന്മാരുടെ ദിവ്യസ്മരണ നിർവഹിക്കുന്നതും ജനുവരി 1-ാം തീയതിയാണ്. ഈ വർഷത്തെ പ്രത്യേകത അതൊരു ബുധനാഴ്ചയായിട്ടാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ സ്മരണയും മധ്യസ്ഥതയും നമുക്ക് ലഭിക്കുന്ന ഒരു പുണ്യദിനമാണ് ഈ ബുധനാഴ്ച ദിവസം. ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയും പുണ്യപിതാക്കന്മാരുടെയും മാതാക്കളുടെയും മധ്യസ്ഥതയും കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ അടിമത്തത്തു നിന്നുള്ള വിമോചിതരായി നമുക്ക് മാറാൻ കഴിയും. എല്ലാവരോടും സമാശ്വാസത്തിൻ്റെയും സ്വാന്തനത്തിൻ്റെയും സന്ദേശം വഹിക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെ ദിവ്യ കാരുണ്യത്താൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞതായ ഒരു പുതിയ വർഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ബഹ്റിൻ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗങ്ങൾക്കും ഈ സന്ദേശം ശ്രവിക്കുന്ന സർവർക്കും 2025 നന്മയുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്വാന്തനത്തിൻ്റെയും വളർച്ചയുടെയും ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും നവവത്സര ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.